നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കുളത്തൂപ്പുഴ CI ഓഫീസ് ഉപരോധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉപരോധം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പടച്ചുണ്ടാക്കിയതെന്ന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സനിൽകുമാർ. ഇക്കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനും പഞ്ചായത്ത് പ്രസിഡന്റിനും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണമെന്നും ആവശ്യം. നിർധനർക്ക് വീടും വസ്തുവും നൽകുന്ന ഉഷസ് ഭവനദാനം പദ്ധതി ചിതറ കാരറയിൽ ഉദ്ഘാടനം ചെയ്തു. 5 നിർധനർക്ക് ഭൂമിയും വീടും നൽകിയ പ്രവാസി മലയാളി S. സുഗതന് അഭിനന്ദന പ്രവാഹം. സർക്കാരുകൾ മാത്രം വിചാരിച്ചാൽ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാവില്ലെന്ന് മന്ത്രി VS ശിവകുമാർ. നടൻ തിലകന്റെ 2ാമത് ചരമവാർഷികത്തിൽ ഓർമ്മകളുമായി ഷമ്മി തിലകൻ പത്തനാപുരം ഗാന്ധി ഭവനിൽ. തിലകനെ മലയാള സിനിമ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലെന്ന് ഷമ്മി തിലകൻ. കുളത്തൂപ്പുഴ CI ഓഫീസ് ഉപരോധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉപരോധം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പടച്ചുണ്ടാക്കിയതാണെന്ന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സനിൽകുമാർ. ഇക്കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനും പഞ്ചായത്ത് പ്രസിഡന്റിനും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്നും സനിൽകുമാർ ആവശ്യപ്പെട്ടു. മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ എത്താത്ത സംഭവമാണ് കുളത്തൂപ്പുഴ CI ഓഫീസ് ഉപരോധം. ഇതുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്ത യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തന്നെ ഉണ്ടാക്കിയത് നിർഭാഗ്യകരമാണ്. കുളത്തൂപ്പുഴയിലുള്ള സംഭവവികാസങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയുള്ളതാണ്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം ഒരു വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമ പ്രവർത്തകർ പോലും അവിടെ എത്തിയിട്ടില്ല എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ വാർത്തകൾ സ്വന്തമായിട്ട് റിപ്പോർട്ട് ചെയ്തു, അത് വളരെയധികം ക്രിയേറ്റ് ചെയ്തു. ഒരു DYSPയുടെ പ്രസ്താവന എന്നകണക്ക് ഈ ഒരു സമരത്തിന്റെ ഒത്തുതീർപ്പ് ഫോർമുല DYSP പറയുകയും ആ ഫോർമുല മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്ത ഒരു വ്യാജ വാർത്ത വരെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ പുറപ്പെടുകയുണ്ടായി. ചന്ദനമോഷണ കേസിലും സീരിയൽ ആൽബം തട്ടിപ്പുകളിലും പ്രതിയായ ഒറ്റക്കൽ സ്വദേശി നജീബിനെ സംരക്ഷിക്കാൻ സുഭിലാഷ് കുമാറും SC സഞ്ജയ് ഖാനും രംഗത്തെത്തിയത് അവർക്ക് പറ്റിയ അബദ്ധമാണെങ്കിൽ അത് തുറന്നു പറയണം. അതിനു പകരം യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ഭാരവാഹികളെ ആക്ഷേപിക്കുകയല്ല വേണ്ടതെന്നും സനിൽകുമാർ ചൂണ്ടിക്കാട്ടി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതി, അദ്ദേഹം ഇതിനു മുമ്പ് ചന്ദനമോഷണ കേസിൽ പ്രതിയായിരുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം ഈ സംസം ഹോട്ടൽ, പുനലൂരിലെ പ്രമുഖനായ സംസം ഹോട്ടലിൽ നടന്ന ഒരു റെയ്ഡിൽ കേരളത്തിലുള്ള നാനാ ഭാഗത്തു നിന്നുള്ള യുവതിയുവാക്കളെ ഒരു സീരിയൽ നിർമ്മാണം എന്നുള്ള പേരിൽ, സിനിമ നിർമ്മാണം എന്നുള്ള പേരിൽ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 200 രൂപ ഫീസ് ഈടാക്കിക്കൊണ്ട് നടന്ന ഒരു റെയ്ഡിൽ ഇദ്ദേഹം മുഖ്യപ്രതിയായിരുന്നു. ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിരവധി കേസുകൾ പ്രതിയാണ്. അത്തരത്തിലൊരാൾക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം വലിയ ജനങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്ന എൻ്റെ ഏറ്റവും ബഹുമാനായ കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റേ കുളത്തൂപ്പുഴയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം ചെയ്യുമ്പോൾ അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെ അവഹേളിക്കുന്നു. കൊല്ലം പാർലമെന്റ് പ്രസിഡന്റ് ഇവിടുത്തുള്ള മുഴുവൻ വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രസിഡന്റാണ്. നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുന്ന ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രസിഡന്റാണ്. അവരെ അങ്ങനെ അവഹേളിക്കാമെന്നോ അല്ലെങ്കിൽ സംഘടനാപരമായ ചില ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വന്തമായ ഇഷ്ടപ്രകാരം പരിപാടികൾ നടത്താം, അതല്ല കുളത്തൂപ്പുഴ പ്രത്യേക ഒരു സോണാണെന്ന് കരുതിക്കൊണ്ട് പ്രത്യേകമായ രീതിയിലുള്ള സമരങ്ങൾ നടത്തുമെന്നും കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയുണ്ടായി. ഒരുപക്ഷെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും ഇത് പറഞ്ഞത്. അങ്ങനെ അറിവില്ലാതെ പറയുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ക്ഷമിക്കും. അതല്ല, അറിവ് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള പ്രസ്താവന താങ്കൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് പറഞ്ഞിരുന്നെങ്കിലും ഇത് താങ്കൾ ഒന്നും കൂടെ പുനർചിന്തിക്കണം. എന്തെങ്കിലും രീതി താങ്കൾക്ക് അബദ്ധം പറ്റിയതാണെങ്കിൽ അത് പിൻവലിക്കാൻ താങ്കൾ തയ്യാറാകണം. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. നിർധനർക്ക് വീടും വസ്തുവും നൽകുന്ന ഉഷസ് ഭവനദാനം പദ്ധതി ചിതറ കാരറയിൽ ആരോഗ്യമന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മലയാളിയും ചിതറ കാരറ സ്വദേശിയുമായ S. സുഗതനാണ് 5 കുടുംബങ്ങൾക്ക് 3 സെന്റ് സ്ഥലവും അതിൽ ഒരു വീടും വച്ചു നൽകിയത്. മുൻ കേന്ദ്ര സഹമന്ത്രി O. രാജഗോപാൽ വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു. താക്കോൽ ഏറ്റുവാങ്ങാൻ വേണ്ടി ശ്രീ ജോയിയെ ക്ഷണിക്കുന്നു. MLA മുല്ലക്കര രത്നാകരൻ ചടങ്ങിൽ അധ്യക്ഷനായി. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ സ്വാഗതം പറഞ്ഞു. പ്രദേശത്തെ സ്കൂളുകളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനം S. സുഗതൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദകുസുമം, കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, CPM കടക്കൽ ഏരിയ സെക്രട്ടറി S. വിക്രമൻ, CPI കടക്കൽ മണ്ഡലം പ്രസിഡന്റ് S. ബുഹാരി, വാർഡ് മെമ്പർ പേഴുമൂട് സണ്ണി, കണ്ണങ്കോട് സുധാകരൻ, മടത്തറ സുധാകരൻ, ഒഴുകുപാറ അസീസ്, CP ജസിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. സർക്കാരുകൾ മാത്രം വിചാരിച്ചാൽ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാവില്ലെന്ന് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. 5 നിർധനർക്ക് ഭൂമിയും വീടും നൽകിയ പ്രവാസി മലയാളി S. സുഗതനെ
മന്ത്രി VS ശിവകുമാറും മുൻ കേന്ദ്ര സഹമന്ത്രി O രാജഗോപാലും അഭിനന്ദിച്ചു. നമുക്കറിയാം, ഗവൺമെന്റുകൾ മാത്രം വിചാരിച്ചാൽ, അത് ഏത് ഗവൺമെന്റ് ആയാലും ശരി തന്നെ, ഗവൺമെന്റുകൾ മാത്രം വിചാരിച്ചാൽ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കഴിയില്ല. അത് ഏത് പാർട്ടി അധികാരത്തിൽ ഇരുന്നാലും ശരി തന്നെ. ഇത്തരത്തിൽ സാമൂഹികമായ പ്രതിബദ്ധതയുള്ള ആളുകൾ മുന്നോട്ട് വരണം. പല രംഗത്ത്, രോഗ ചികിത്സാ രംഗത്തായിരുന്നാലും, പാവപ്പെട്ടവളെ ആളുകൾ സഹായിക്കുന്ന ആളുകളായിരുന്നാലും, ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് ചിലപ്പോൾ വളരെ ആഹാരം കഴിക്കാൻ പോലും കഴിയില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികൾ നന്നായി പഠിക്കും. പക്ഷെ കുട്ടിയെ മുന്നോട്ട് പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ആളുകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും അത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് ശ്രീ സുഗതൻ നേതൃത്വത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബവും ഈ കാര്യത്തിൽ വളരെയധികം അദ്ദേഹത്തെ സഹായിക്കുന്നു. അദ്ദേഹം ഏറ്റവും വലിയ ഒരു സാമൂഹികമായ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നേടിയ ജീവിത വിജയം, അത് ഒരു പങ്ക്, എന്റേതായ പങ്ക് പാവപ്പെട്ട നമ്മുടെ 5 കുടുംബങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് മുന്നോട്ട് വന്നു. പ്രത്യേകമായി ഞാൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. സുഗതന്റെ ജീവകാരുണ്യ പ്രവർത്തനം മാതൃകാപരമാണെന്ന് O രാജഗോപാൽ പറഞ്ഞു. ശ്രീ സുഗതൻ അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്ന് കുറച്ച് മാറ്റിവെച്ച് 5 അനാഥരായിട്ടുള്ള ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചത് ആരാണ് അനുമോദിക്കാതിരിക്കുക? എല്ലാവരും തീർച്ചയായിട്ടും അനുമോദിക്കും. അദ്ദേഹത്തിന് ഈ തരത്തിൽ പാവങ്ങളെ സഹായിക്കാൻ 5 പേർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായി. താക്കോല് കൊടുക്കാൻ പൊതുയോഗത്തിൻ്റെ ആവശ്യമില്ല. താക്കോല് കൊടുക്കൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വീട്ടിൽ വിളിച്ചു വരുത്തി കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഈ പരിപാടി നടത്തുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇത് നമുക്ക് ചുറ്റുഭാഗത്തുമുള്ള ആൾക്കാരോട് നമുക്കുള്ള മനോഭാവം, നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാതൃക പ്രസംഗത്തിൽ കൂടിയിട്ടല്ല, പ്രവൃത്തിയിൽ കൂടി കാണിച്ചു കൊടുക്കുന്നു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ പ്രകാശിക്കാത്ത ഹൈമാസ്റ്റ് ലൈറ്റിൽ ചൂട്ട് കത്തിച്ചും റീത്ത് വെച്ചും നഗരസഭയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ബുധനാഴ്ച രാത്രിയിലായിരുന്നു റീത്ത് വയ്ക്കലും പ്രതിഷേധ പ്രകടനവും. ഏറെ കോലാഹലങ്ങളോടെ നടത്തപ്പെട്ട ഓണം ഫെസ്റ്റിൽ നഗരത്തെ മുഴുവൻ ദീപാലങ്കാരത്തിൽ വർണ്ണാത്മകമാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് മിന്നാമിനുങ്ങിന്റെ വെളിച്ചമെങ്കിലും പ്രകാശിപ്പിക്കുന്ന ഒരു തെരുവുവിളക്കെങ്കിലും കത്തിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ലെന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. സമസ്ത മേഖലയിലും പരാജയമായി മാറിയ പുനലൂർ നഗരസഭ അധികൃതർ ഓണം ഫെസ്റ്റിന്റെ പേരിൽ കീശയിലാക്കിയ ലക്ഷങ്ങളുടെ തട്ടിപ്പ് വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ജനങ്ങളുടെ മുന്നിൽ പ്രസിദ്ധീകരിക്കുമെന്നും പ്രവർത്തകർ വ്യക്തമാക്കി. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചുറ്റി തിരികെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. പ്രകടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് S സനിൽകുമാർ അധ്യക്ഷനായി. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ V വർഗീസ് സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സഞ്ജു ബുഖാരി ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പുനലൂരിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് അരാജകത്വവും അനിശ്ചിതാവസ്ഥയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പുനലൂരിലെ നഗരസഭാ ഭരണാധികാരികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ മാത്രം ഈ ഭരണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, ഇവിടെ സനൽ സൂചിപ്പിച്ചതുപോലെ പുനലൂർ ഫെസ്റ്റ് നടത്തി ലക്ഷക്കണക്കിന് രൂപ പലരിൽ നിന്നും വാങ്ങി അവർ ഇവിടെ നടത്തിയ പേക്കൂത്തുകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക്, ഇവിടെ നികുതി നൽകുന്ന സാധാരണപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുവാൻ ഈ നഗരസഭയിലെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. N അജീഷ്, S രജരാജ്, J മൻസൂർ, T ജോമോൻ, S ഷാനു, INTUC കൺവീനർ നവാസ് ഖാൻ, റോബിൻ സിംഗ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് S സയ്യിദ് അലി, എബിൻ സാമുവൽ, S ഷാനിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നടൻ തിലകന്റെ 2ാമത് ചരമവാർഷികത്തിൽ ഓർമ്മകളുമായി തിലകന്റെ മകനും നടനുമായ ഷമി തിലകൻ പത്തനാപുരം ഗാന്ധിഭവനിൽ. തിലകനെ മലയാള സിനിമ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലെന്ന് ഷമി തിലകൻ പറഞ്ഞു. 2-1 കണ്ട് 2ാം തരത്തിലെ രംഗപൂജയ്ക്കെന്ന് കൊണ്ടിട്ട് പൊന്നച്ചൻ
ചൊല്ലിപ്പറഞ്ഞൊന്നും തന്നില്ല ഏതും ചൊല്ലാൻ ജപമാല കയ്യിൽ തന്ന അപ്പോഴേ മാലതൻ മുത്തിലെ ആഞ്ജനീ പാഠങ്ങൾ മാനം കെടുത്താതെ ഒന്നൊന്നായി നേടി ഞാൻ. മറ്റെന്ത് വേണം ഒരു ഉത്തമ പാഠം? മറ്റൊന്നുമില്ല, എനിക്കത് തോന്നുന്നു. തിലകൻ തുറന്ന പുസ്തകവും കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കനുമായിരുന്നു. തിലകനെ മലയാള സിനിമാ ലോകം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലെന്നും ഷമ്മി തിലകൻ പറഞ്ഞു. തന്റെ പിതാവിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഗാന്ധിഭവൻ ആയതുകൊണ്ടാണ് എല്ലാ ഓർമ്മ ദിനത്തിലും ഇവിടെ എത്തുന്നതെന്നും ഷമ്മി തിലകൻ പറഞ്ഞു. തിലകൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ വഴക്കാളിയല്ല. അദ്ദേഹം വഴക്കാളി ആകുന്ന രീതിയിലുള്ള പെരുമാറ്റത്തിലേക്ക് എത്തപ്പെടുന്നത് മറ്റു ചില എന്താണ് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ അത് ഒന്ന് രണ്ട് ഞാൻ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറയുന്ന തിലകൻ എന്ന് പറയുന്ന എന്റെ പിതാവ് സാറിനെ വിളിച്ചിട്ട് എനിക്ക് ഇവിടെ ഒരു മുറി തരുമോ എന്ന് ചോദിക്കേണ്ടി വന്നത്. അത് എന്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛന് തിരുവനന്തപുരത്ത് വീടുണ്ട്, കൊല്ലത്ത് ഞാൻ താമസിക്കുന്ന വീടുണ്ട്. അവിടെ ഞാൻ അച്ഛന് വേണ്ടി ഒരു പ്രത്യേക മുറി തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ഞാൻ ആ മുറിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എറണാകുളത്തുണ്ട് വീട്, ചാലക്കുടിയിലുണ്ട് വീട്. പിന്നെ എന്തുകൊണ്ട് ഗാന്ധി ഭവനില് അച്ഛനൊരു വീട് ചോദിച്ചു അല്ലെങ്കിൽ ഒരു മുറി ചോദിച്ചു എന്നുള്ളത് ഞാൻ അതൊരു വിവാദങ്ങളിലേക്ക് ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അച്ഛനെ ഒരു വിവാദത്തിൽപ്പെടുത്തി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവാദത്തിൽപ്പെടുത്തി ഞാനൊരു വലിയ എന്താണ് ഒരു പബ്ലിസിറ്റി നേടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും അങ്ങനെ റിവീൽ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അച്ഛനെ എന്റെ അച്ഛനെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും എന്റെ അച്ഛനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഈ മലയാളക്കരയിലുണ്ട് എന്നുള്ളതാണ് സത്യം. അതിനുള്ള തെളിവിന്റെ ഈ മൊബൈലിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോ അങ്ങനെയുള്ളവരോട് ഞാൻ കാണിക്കുന്ന ഒരു ക്രൂരതയായിരിക്കും, അല്ല അവരോട് കാണിക്കുന്ന ഒരു എന്താ പറയുക ഒരു നീതിയില്ലായ്മയായിരിക്കും. അതുകൊണ്ട് അതൊന്നും ഞാൻ ഇവിടെ ഇപ്പോ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെങ്കിലും ഞാൻ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതുന്നുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതെല്ലാം ഞാൻ എഴുതാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാര്യം ഇതൊക്കെ അച്ഛൻ പറഞ്ഞത് അച്ഛൻ എഴുതാൻ ഉദ്ദേശിക്കുന്നതാണ്. എന്റെ അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞു പൊന്നൂര് ഈ ഗാന്ധിഭവനിൽ റൂം എടുക്കാറുമായ കാര്യം, അത് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം. ഇതേ കാര്യം എന്റെ അച്ഛൻ ഫോണിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇവിടുന്ന് എഴുതാൻ പോകുന്ന കാര്യമൊക്കെ. അപ്പൊ അതെല്ലാം അച്ഛനെ അടുത്ത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. മലയാള സിനിമ നന്നായി ഉപയോഗിച്ചിട്ടില്ലാത്ത കലാകാരനാണ് താനെന്നും അർഹതയ്ക്കനുസരിച്ചുള്ള അവസരം കിട്ടാതെ തഴയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഷമ്മി തിലകൻ പറഞ്ഞു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാലോകത്തെ നൂറ്റാണ്ടിന്റെ ഇതിഹാസമായിരുന്നു നടൻ തിലകനെന്ന് പ്രദീപ് ഗുരുകുലം അനുസ്മരിച്ചു. കവയിത്രി ബൃന്ദ, ശ്രീനാരായണ സന്ദേശ പ്രചാരകനായ പിറവന്തൂർ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് എൻ സോമരാജൻ, വിജയൻ ആമ്പാടി, ഗാന്ധിഭവൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഭുവനചന്ദ്രൻ, PS അമൽരാജ്, നാടക സംവിധായകൻ UR നിസാം, ചലച്ചിത്ര സംവിധായകൻ ശ്രീധരൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സാൽവേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് MP കൊടിക്കുന്നിൽ സുരേഷ്. സാൽവേഷൻ ആർമിയുടെ 150ാം വാർഷികാഘോഷം പത്തനാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനതയെ ഈശ്വരമാർഗത്തിലൂടെ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള സാൽവേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസാർഹമാണെന്നും അച്ചടക്കത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായുള്ള പ്രവർത്തനമാണ് സാൽവേഷൻ ആർമിയുടേതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടി നടത്തിയ തീവ്രമായ പ്രവർത്തനം, വില്യം എന്ന് പറയുന്ന മിഷണറി, അദ്ദേഹം തെരുവുകളിലൂടെ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. തെരുവുകളിലൂടെ സുവിശേഷം പ്രസംഗിച്ച് ആളുകളെ ആകർഷിച്ച് വിശ്വാസത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന ഒരു മഹത്തായ ഒരു വിപ്ലവം തന്നെയാണ് തീർച്ചയായും സാൽവേഷൻ ആർമിയിലൂടെ ഉണ്ടായത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസികളെ വിപ്ലവത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക, ദൈവത്തോട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് അടുപ്പിക്കുക, അത് സുവിശേഷം പ്രസംഗിച്ച് തെരുവുകളിൽ, ടൗണുകളിൽ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പട്ടണങ്ങളിലൊക്കെ തന്നെ സുവിശേഷം പ്രസംഗിക്കുക. സാൽവേഷൻ ആർമി ഡിവിഷണൽ കമാൻഡർ രാജൻ കെ ജോൺ അധ്യക്ഷനായി. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. അടൂർ MLA ചിറ്റയം ഗോപകുമാർ വിവിധ മേഖലകളിൽ വിജയികളായവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ടെറിട്ടോറിയൽ കമാൻഡർ സാമുൽ മുഖ്യ സന്ദേശം നൽകി. KLDC ചെയർമാൻ ബെന്നി കക്കാട്, മാധ്യമപ്രവർത്തകൻ പോൾ മണലിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, മൌണ്ട് താബോർ ദേറ സെക്രട്ടറി റവറന്റ് ഫാദർ KV പോൾ, ജേക്കബ് ജോൺ, ജോഷുവ M തുളിക്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറയിൽ 4 വയസ്സുകാരിയുടെ ചികിത്സയ്ക്കായി നാട്ടുകാർ സ്വരൂപിച്ച ധനസഹായം കൈമാറി. ചിതറ തലവരമ്പ് അംഗൻവാടിയുടെ നേതൃത്വത്തിലായിരുന്നു ധനശേഖരണം.
ചിതറ തലവരമ്പ് ഷീജ മനസ്സിലിൽ ഷൈൻ ഷീജ ദമ്പതികളുടെ മകൾ ഷൈമയുടെ ചികിത്സയ്ക്കായാണ് നാട്ടുകാർ പണം സ്വരൂപിച്ചത്. കേൾവിക്കുറവ് പരിഹരിക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വൻതുക ചെലവാകും. നിർധനരായ കുടുംബത്തിന് ചികിത്സാത്തുക താങ്ങാനാകാതെ വന്നപ്പോഴാണ് സഹായവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. തലവരമ്പ് അംഗൻവാടിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പ്രവാസി മലയാളിയും ചേർന്ന് സ്വരൂപിച്ച 8300 രൂപ ചിതറ ഗ്രാമപഞ്ചായത്ത് അംഗം MS ശ്യാമളകുമാരി ഷൈമയ്ക്ക് കൈമാറി. ഓപ്പറേഷൻ വേണ്ടി വന്നതുകൊണ്ട് കുറേ ദിവസമായി നമ്മളിവിടെ ഉള്ള ജനങ്ങളുടെയൊക്കെ പറയുകയും അവരുടെ സഹായം കൊണ്ട് നമുക്ക് കുറച്ച് തുക പിരിച്ച് ആ കുട്ടിക്ക് കൊടുക്കാൻ ചെറുതാണെങ്കിലും ഇത്രയും എല്ലാവരോടും സഹകരിച്ച് 8300 രൂപ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അംഗൻവാടി അധ്യാപിക റീന KR, ICDS സൂപ്പർവൈസർ C വിജയ, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ സക്കറിയ, നസീം, ഷംനാദ്, മുബീന ബിവി, നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ഉമ്മന്നൂരിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തരിശുനിലം പാട്ടത്തിനെടുത്ത് നെൽകൃഷി പുരോഗമിക്കുന്നു. കുടുംബശ്രീ പ്രവർത്തകർ ഒരുക്കിയ പാടത്ത് ആഘോഷപൂർവ്വം ഞാറ് നട്ടു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പാട്ടത്തിനെടുത്ത് നെൽകൃഷി നടത്തുന്നത്. ഞാറുനടിയിൽ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു പ്രകാശ് നിർവഹിച്ചു. 3 വർഷമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൃഷി ഇറക്കുന്നുണ്ട്. വിളവെടുക്കുന്ന നെല്ല് ഭക്ഷ്യയോഗ്യമാക്കി വിഷാംശമില്ലാതെ ജനങ്ങളിൽ നേരിട്ടെത്തിക്കുന്നതിന് കുടുംബശ്രീ മുൻകൈയെടുക്കുമെന്നും കൂടുതൽ തരിശുനിലങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കാനാണ് കുടുംബശ്രീയുടെ തീരുമാനമെന്നും ബിന്ദു പ്രകാശ് പറഞ്ഞു. ആദ്യം കുറച്ച് നിലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയും അത് വളരെ നല്ല രീതിയിൽ അവർ പ്രാവർത്തികമാക്കി ഇപ്പോൾ വീണ്ടും ബാക്കിയുള്ള തരിശു നിലം കൂടി ഏറ്റെടുത്ത് 4.5 ഏക്കറിൽ അവർ നെൽകൃഷി ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുടുംബശ്രീക്ക് ഒരു ലക്ഷ്യമുണ്ട്. അത് അടുത്ത ഈ വിളവെടുപ്പിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ല് പുഴുങ്ങി കുത്തി അരിയാക്കിയിട്ട് അത് ബ്രാൻഡ് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങളിപ്പോൾ ഈ നെൽകൃഷി ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. പൂർണ്ണമായും ജൈവവളത്തിൽ കൃഷി ചെയ്തെടുക്കുന്ന അരിക്ക് ഓണസമയത്ത് ആവശ്യക്കാരേറുമെന്നും കുടുംബശ്രീ അവകാശപ്പെടുന്നു. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ച് തന്നെയാണ് ഈ കൃഷി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഓണവിപണികളിലൊക്കെ ഈ നെല്ല് കുത്തിയ അരിക്ക് നല്ല രീതിയിൽ വിറ്റുപോയി. വീണ്ടും ആൾക്കാർ ഇതിനെ തേടി വരുന്നുണ്ട്. ഉമ്മന്നൂർ കൃഷി ഓഫീസർ ശമുവേൽ, പഞ്ചായത്ത് അംഗം AK മനോഹരൻ, കുടുംബശ്രീ അംഗങ്ങളായ ഉഷ, അജിത്, റംല ബിവി, വിജയമ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുളത്തൂപ്പുഴ CI ഓഫീസ് ഉപരോധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉപരോധം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പടച്ചുണ്ടാക്കിയതെന്ന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സനിൽകുമാർ. ഇക്കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനും പഞ്ചായത്ത് പ്രസിഡന്റിനും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണമെന്നും ആവശ്യം. നിർധനർക്ക് വീടും വസ്തുവും നൽകുന്ന ഉഷസ് ഭവനദാനം പദ്ധതി ചിതറ കാരറയിൽ ഉദ്ഘാടനം ചെയ്തു. 5 നിർധനർക്ക് ഭൂമിയും വീടും നൽകിയ പ്രവാസി മലയാളി S സുഗതന് അഭിനന്ദന പ്രവാഹം. സർക്കാരുകൾ മാത്രം വിചാരിച്ചാൽ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാവില്ലെന്ന് മന്ത്രി VS ശിവകുമാർ. നടൻ തിലകന്റെ 2ാമത് ചരമവാർഷികത്തിൽ ഓർമ്മകളുമായി ഷമ്മി തിലകൻ പത്തനാപുരം ഗാന്ധി ഭവനിൽ. തിലകനെ മലയാള സിനിമ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലെന്ന് ഷമ്മി തിലകൻ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.